നമസ്കാരം. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലുള്ള നദാൻസ് ആണവ നിലയത്തിന് യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നെന്ന ഇറാന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് പുതുതായി പുറത്തുവന്ന ദൃശ്യങ്ങൾ. നദാൻസ് ആണവ നിലയത്തിന്റെ പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾക്ക് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. റേഡിയേഷൻ സംബന്ധമായ പ്രത്യാഘാതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പ്ലാന്റിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. നിലവിൽ പ്ലാന്റിൽ മറ്റ് പുതിയ ആഘാതങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. നദാൻസ് ഉൾപ്പെടെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട്. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആദ്യത്തെ ആക്രമണം എന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ഒരു സ്വതന്ത്ര ഏജൻസി പുറത്തുവിട്ടിരുന്നു. പ്ലാന്റിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ 2 ആക്രമണങ്ങൾ നടന്നതായി കൊളറാഡോ ആസ്ഥാനമായിട്ടുള്ള വാൻഡർ പുറത്തുവിട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പ്രസ്താവിച്ചു. യുഎൻ മുൻ ആണവ ഇൻസ്പെക്ടറും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനുമായ ഡേവിഡ് ആൽബ്രൈറ്റ് പറയുന്നതനുസരിച്ച് തങ്ങൾ പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്കും തിങ്കളാഴ്ച രാവിലേക്കും ഇടയിലായിരിക്കാം ഈ ആക്രമണങ്ങൾ നടന്നതെന്നാണ് നിഗമനം. ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ നദാൻസ് ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയത് അമേരിക്കയാണോ ഇസ്രായേൽ ആണോ എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലി ജിയോ അനലിസ്റ്റായ ബെൻസിയോൺ മെക്ലസ് ആണ് നദാൻസ് ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ആദ്യമായി കണ്ടെത്തിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ വ്യോമാക്രമണം ആരംഭിക്കുന്നത്. ഇതിനെ തുടർന്ന് മേഖലയിലുടനീളം ഇറാന്റെ തിരിച്ചടികളും ഉണ്ടായിരുന്നു. ഞായറാഴ്ച നദാൻസ് ആക്രമിക്കപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ ഇറാന്റെ പ്രതിനിധി റസൻ നജാഫി നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ആൽബ്രൈറ്റിന്റെ പുതിയ കണ്ടെത്തലുകൾ നജാഫിയുടെ ഈ പ്രസ്താവന ശരിവെക്കുന്നതാണ്. ആണവ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടതിന് തെളിവില്ലെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെ പരാമർശത്തെ നജാഫി നേരത്തെ എതിർത്തിരുന്നു. തന്റെ ഏജൻസിക്ക് ലഭിച്ച ചിത്രങ്ങൾക്ക് മുൻപുള്ള പഴയ ദൃശ്യങ്ങളാകാം ഗ്രോസി ആശ്രയിച്ചിട്ടുണ്ടാകും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആൽബ്രൈറ്റ് റിപ്പോർട്ട് അനുസരിച്ച് വാൻഡർ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നദാൻസിലെ 3 കെട്ടിടങ്ങൾ തകർന്നതായി കാണാം. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ സൂക്ഷിച്ചിരുന്ന 2 ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളായിരുന്നു ഇതിൽ 2 ഉപയോഗിക്കുന്ന സമയദൈർഘ്യമനുസരിച്ച് വൈദ്യുത നിലയങ്ങൾക്കോ അല്ലെങ്കിൽ ആയുധങ്ങൾക്കോ വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണിവ. കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇവിടം പ്രവർത്തനരഹിതമായിരുന്നെങ്കിലും അവിടെ ഇനിയും ഉപയോഗയോഗ്യമായ സെൻട്രിഫ്യൂജുകളോ മറ്റ് അനുബന്ധ ഉപകരണങ്ങളോ ഉണ്ടായേക്കാം എന്ന സൂചനയാണ് പുതിയ ആക്രമണങ്ങൾ നൽകുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ക്രൈസിസ് റെസ്പോൺസ് സെന്ററിന് ഇറാന്റെ ആണവ നിയന്ത്രണ അതോറിറ്റികളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഗ്രോസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ തീർച്ചയായും ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്, പക്ഷേ നിലവിൽ അത് വളരെ പരിമിതമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ അത് വളരെ സജീവമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇറാനിൽ IAEA ഉദ്യോഗസ്ഥർ ആരുമില്ലെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞായറാഴ്ചയാണ് നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാന്റെ സുരക്ഷിതമായ ആണവ കേന്ദ്രങ്ങൾ ഇന്നലെ അവർ വീണ്ടും ആക്രമിച്ചു എന്നായിരുന്നു റസാൻ നജാഫി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതൊക്കെ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് നദാൻസ് എന്ന ഒറ്റ വാക്കിൽ അദ്ദേഹം മറുപടി നൽകിയത്. ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ തെക്കുമാരെയാണ് നദാൻസ് നിലയം സ്ഥിതി ചെയ്യുന്നത്. ആയുധ നിലവാരത്തിലുള്ള 90% യുറേനിയം സമ്പുഷ്ടീകരണത്തിന് തൊട്ടടുത്ത ഘട്ടമായ 60% വരെ യുറേനിയം ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ടാണ് വിവരം. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഈ കേന്ദ്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. തുടർന്ന് ജൂൺ 22 അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബാക്രമണത്തിൽ ഭൂഗർഭ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടിരുന്നു. ഇറാനെതിരായ ആക്രമണം അടിയന്തരമായി നടത്തേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ മിസൈൽ ആണവ പദ്ധതികളെ സംരക്ഷിക്കുന്നതിനായി ഇറാൻ പുതിയ ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞങ്ങളിപ്പോൾ നടപടിയെടുക്കാൻ നിർബന്ധിതരായത് 2025 ജൂണിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ആക്രമിച്ചതിനു ശേഷം അവർ പുതിയ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതിനാലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവരുടെ മിസൈൽ ആറ്റം ബോംബ് പദ്ധതികളെ ആക്രമണങ്ങളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന ഭൂഗർഭ ബങ്കറുകളാണ് അവർ നിർമ്മിക്കുന്നതെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്.